വിദാസ് എന്തൊക്കെയാ വിശേഷം? വിദാസിന്റെ നാടെവിടെയാ? ഞാൻ മലപ്പുറമാണ്. മലപ്പുറം കോട്ടക്കൽ. ബ്ലോഗറാണ്, അതെ. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ്. ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പം പ്രവർത്തനം? ഞാൻ അധികം ഫാഷനാണ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല ഏരിയകളിലുള്ള ആഡ് പ്രസന്റർ എന്ന് പറയുമ്പോഴേ താങ്കൾ അതും ചെയ്യുന്നുണ്ടല്ലോ, എന്തോ പരിപാടി അത്? അതായത് നമ്മള് ഷോപ്പുകളിലൊക്കെ പോയി അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറയാ, ഷോപ്പ് പരിചയപ്പെടുത്തുക, അങ്ങനത്തെ സംഭവങ്ങളാണ്. അത് നല്ല വരുമാനമുള്ള ഒരു പദ്ധതിയാണോ? അത്യാവശ്യം നല്ല വരുമാനമുള്ള പദ്ധതി തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വപ്നങ്ങള് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും. ഏതെങ്കിലും കടയിൽ തുണി എടുക്കാൻ പോയപ്പോ ആ വഴിക്ക് തിരിഞ്ഞാണോ? ഒരിക്കലും അല്ല. എനിക്കൊരു പാഷനാണ്. ആദ്യം എനിക്ക് RJ ആവണമെന്നുണ്ടായിരുന്നു, പിന്നെ VJ ആവണമെന്നായി, പിന്നെ അങ്ങനെ ഞാൻ അപേക്ഷ അയച്ച് റിജക്ട് ചെയ്തിട്ട് നമ്മൾ പരിപാടി പോയതാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലെ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കണം. ഇപ്പൊ ഒത്തിരി ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു. ഓ, ഒരുപാട് പേര്. മറന്നുപോയാൽ നമ്മൾ അങ്ങോട്ട് ഫോട്ടോ എടുക്കണം. യെസ്, നമ്മൾ അവരെ മറക്കാൻ പാടില്ല. അതെ 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 അതെ. അപ്പോ ഒരുപാട് സന്തോഷാണ് നമ്മൾ ആളുകൾ തിരിച്ചറിയുന്നു. ഒപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഏത് തരം സ്ഥാപനങ്ങളാണ് കൂടുതലും? ഇപ്പൊ നമുക്കിപ്പോ ചിലതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കള്ളി ഷാപ്പ് പ്രസന്റ് ചെയ്യാൻ നമ്മൾ പോകത്തില്ലല്ലോ. ഒരിക്കലും പോകുന്ന ഏതൊക്കെ സ്ഥാപനമോ? ഹൈപ്പർ മാർക്കറ്റുകള്, ബൊട്ടീക്സുകള്, ഇൻസ്റ്റിറ്റ്യൂട്ടുകള്, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ വരുമാനത്തിന്റെ കൂടുതലാണോ അതോ സ്ഥാപനത്തിന്റെ മഹിമയാണോ? സ്ഥാപനത്തിന്റെ മഹിമ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.